ഹായ് സുഹൃത്തുക്കളെ, ചില സമയം നമ്മൾ ഭയങ്കരമായ പ്രതിസന്ധിയിലായിരിക്കും. അതായത് ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് നമുക്ക് വളരെ പ്രയാസവും ബുദ്ധിമുട്ടും, അദ്ദേഹം വളരെ തെറ്റിലേക്ക് പോകുന്നു എന്നുള്ളൊക്കെ ഒരു ചിന്തഗതി ഉണ്ടായിരിക്കാം. ചില ഭവനങ്ങളിലെങ്കിലും പണ്ടെങ്ങോ ചെയ്ത ഒരു തെറ്റ് വെച്ച് വീണ്ടും വീണ്ടും കുത്തി കുത്തി നോവിപ്പിച്ചിരിക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ടാകും. അതായത് ഉദാഹരണം ഭർത്താവ് തന്നെ ആയിരിക്കട്ടെ, എന്തെങ്കിലും തെറ്റ് ചെയ്ത് ആ തെറ്റ് തിരുത്താൻ തയ്യാറായി ക്ഷമിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കണം. നമ്മൾ ക്ഷമിക്കണം. ക്ഷമിച്ചിട്ട് ചേർത്ത് പിടിക്കാനും കുറച്ചുകൂടെ സ്നേഹം കാണിക്കാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു പുതുക്കം ഉണ്ടാവുള്ളൂ. അതായത് പഴയതിനെ നമ്മൾ കളഞ്ഞിട്ട് പുതിയതിനെ സ്വീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുള്ളൂ. അത് വളരെ നല്ലതായിരിക്കും. അതായത് പലപ്പോഴും പല കുട്ടികളും പണ്ട് ചെയ്ത തെറ്റ് ആവർത്തിച്ച് പറഞ്ഞ് ദേഷ്യം വന്നുകൊണ്ടിരിക്കും. കാരണം എന്നറിയാം, അവർ വിചാരിക്കണം, ആഹാ അങ്ങേര് പണ്ട് ഇന്ന തെറ്റുകൾ അത്രയും ചെയ്ത് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാം, ഇനി കുറെ അങ്ങേരും കൂടെ വിഷമിക്കട്ടെ എന്ന ചിന്താഗതിയോടുകൂടി മുഖവും വീർപ്പിച്ച് കെട്ടി മിണ്ടാതെ സംസാരിക്കാതെ ആവശ്യത്തിന് മാത്രം സംസാരിച്ചിരുന്നു അവിടെ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ മുട്ടാപ്പിടി പിടിക്കുമ്പം അതേ രീതിയിൽ ഭർത്താക്കന്മാരും പിടിക്കുകയും കഠിന ഹൃദയരായി തീരുകയും ചെയ്യും. അവരൊക്കെ കഠിന ഹൃദയരായ എന്ത് ചെയ്യുന്നറിയാമോ? ആഹാ കാണിച്ചു കൊടുക്കാൻ കൂട്ടുകാരുമായിട്ട് ചേർന്ന് സന്തോഷിച്ച് നടക്കുന്നതോടൊപ്പം മദ്യപാനവും കൂടെ തുടങ്ങും. ഇത് അവരുടെ ശരീരത്തിനെ ദണ്ണിപ്പിക്കുന്ന അവസ്ഥയാണ്. അവര് വിചാരിക്കും ഞാൻ ഇങ്ങനെ വെള്ളം അടിച്ചങ്ങ് ചാവട്ടെന്ന്. പക്ഷെ യഥാർത്ഥത്തില് സമയത്ത് ചാവയൊന്നുമില്ല. ആരെങ്കിലും അങ്ങനെ വിചാരിച്ച് മദ്യപിക്കുകയാണെങ്കിൽ വളരെ തെറ്റാണ്. അവനവനെ തന്നെ നശിപ്പിക്കുകയാണ്. നമ്മൾ വീണു പോയാൽ നമ്മളെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കരുത്. പിന്നെ ഈ ഭാര്യയാണ് തെറ്റ് ചെയ്ത് തിരുത്താൻ തയ്യാറായി വന്നാൽ തീർച്ചയായും ഭർത്താക്കന്മാരും ക്ഷമിക്കണം. ചില സ്ഥലങ്ങളിൽ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇപ്പൊ പരക്കുന്നുണ്ട്. ഒരു വനിത ഭർത്താവിന്റെ ജോലി സ്ഥലത്ത് പോയി അദ്ദേഹത്തിന് അടി കൊടുക്കുന്ന ഒരു രംഗം വീഡിയോ എടുത്ത്, ഭർത്താവിന്റെ ഇഷ്ടപ്രകാരമായിരിക്കും ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട്. അപ്പോൾ ഈ പ്രശ്നം ഒരു അവിഹിതം തന്നെ ആയിരുന്നാൽ പോലും നമ്മൾ ആദ്യം ഒന്ന് സ്ത്രീകൾ സംയമനം പാലിക്കണം. ജോലി സ്ഥലത്ത് പോയി അടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ ശരിയായ കാര്യമല്ല. നമ്മളെ മനസ്സിന്റെ സങ്കടവും ദേഷ്യവും എന്നെ സ്നേഹിക്കാതെ വേറൊരു സ്ത്രീക്ക് ഈ സ്നേഹം നൽകുന്നു എന്നുള്ള ചിന്തയും വരുമ്പോഴേക്കുമാണ് ഭർത്താവിനോട് വളരെ അരിശവും എങ്ങനെ അത് കാണിക്കണമെന്നുള്ള ചിന്തയും വന്ന് ആ പ്രത്യേക സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് അടിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത്. പക്ഷെ നമ്മളെ മൂട്ടിത്തരാനും നീ കൊടുത്തത് ശരി തന്നെയാണ് എന്ന് പറയാൻ ആൾക്കാർ ധാരാളം ഉണ്ടാവും. പക്ഷേ നമ്മളിൽ നിന്നും വീണ്ടും 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 അകന്നു പോകുക മാത്രമാണ് അതുകൊണ്ട് ഗുണം ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കുകയും അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്താൽ തീർച്ചയായും എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇതുപോലെയുള്ള പുരുഷന്മാരുണ്ട്. പക്ഷെ അവർക്കും ഭാര്യ ഉണ്ടായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. അവരാരും ഡൈവേഴ്സ് ഒന്നും ചെയ്തില്ല. പക്ഷെ അവർക്കും പലരും അറിയാം, എങ്കിലും അവര് ക്ഷമിച്ചു. ബഹളം ഉണ്ടാക്കുകയും കൂടുതലായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്താൽ തനിക്ക് ഭർത്താവ് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് പലരും അത് മിണ്ടാതെയിരുന്നു. പക്ഷെ അവർക്ക് ഈ ഇടയ്ക്ക് വെച്ച് സ്നേഹിച്ചു പോയ പെണ്ണുങ്ങളെ കളഞ്ഞിട്ട് പോവുകയും അവസാനം സ്വന്തം ഭാര്യയുടെ അടുത്ത് തിരിച്ചു വരികയും ചെയ്ത എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പം ഇത്തരത്തിലൊക്കെ ഒരു സംഭവം നടക്കുമ്പോൾ ഓടിച്ചെന്ന് അടിയെടുക്കാൻ പോവുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആ പോകുന്ന വ്യക്തിക്കായിരിക്കും കൂടുതൽ ദോഷം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പല സംഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നത് ചിലപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും അത് നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം വളരെ ഭംഗിയായിട്ട് തന്നെ പോകും. ഒരു മനുഷ്യൻ ചിലപ്പോൾ ആദ്യമേ ഇച്ചിരി മദ്യപാനമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആ മദ്യപാനം നടത്തുമ്പോൾ തന്നെ ഒരു ഭദ്രകാളിയെ പോയി നിന്ന് ബഹളം വെച്ച ആ മദ്യപാനം ഒരിക്കലും മാറൂല. അല്പ സ്നേഹത്തോടെയൊക്കെ നിന്നാൽ ചിലപ്പം അതിൽ നിന്ന് വിട്ട് വന്നെന്നും വരാം. ധാരാളം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്.
പക്ഷെ ഞാൻ ഞാൻ പറയുമ്പോൾ കുറെ പേർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. കാരണം അവർ വിചാരിച്ചിട്ടും നടക്കാതെ വരുമ്പോഴാണ് അവർ ഭദ്രകാളിയെ പോലെ ആയി പോകുന്നത്. പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള മദ്യപിച്ചങ്ങ് പോകുന്നവരെ ചിലപ്പോൾ നമുക്ക് പിടിച്ചാലും പിടികിട്ടില്ല. അപ്പോൾ അവരെ നമുക്ക് കൗൺസിലിംഗ് സെന്ററുകളിലൊക്കെ കൊണ്ടുപോയി മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ളതാണെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അതിലൊന്നും പറയാനില്ല. അതുപോലെ തന്നെ നാർസിസിസ്റ്റ് സ്വഭാവമുള്ള മദ്യപാനികളാണെങ്കിൽ അവരെയൊന്നും തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് വളരെ പ്രയാസം തന്നെയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് പറയുമ്പോൾ രണ്ട് പറയുന്ന അവസ്ഥയിലേക്ക് പോകാതെ ഒന്ന് താഴ്ന്നു കൊടുത്താൽ തീർച്ചയായിട്ടും ധാരാളം അനുഗ്രഹങ്ങളുണ്ടാകും. കുടുംബജീവിതങ്ങൾ വളരെ ഭദ്രമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരല്പം ചിന്തിക്കുക, ഇത് വേണോ, നമ്മളൊരല്പം കൂടി ക്ഷമിച്ചാൽ, നമ്മൾ താഴ്ന്നിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കില്ലേ. പ്രത്യേകിച്ച് കുട്ടികളുടെ മുൻപിൽ വെച്ച് നമ്മൾ ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. കാരണം കുട്ടികൾ അത് ആരാണ് കുറ്റക്കാരെന്ന് അവർക്ക് മനസ്സിലാകാതെ അവർ പക്ഷം പിടിക്കും. അത് അമ്മയ്ക്കൊപ്പം പക്ഷം പിടിക്കുകയാണെങ്കിൽ അപ്പൻ ഭയങ്കര ദേഷ്യമായിരിക്കും, അപ്പന്റെ സൈഡ് പിടിക്കുകയാണെങ്കിൽ അമ്മയ്ക്കും ദേഷ്യമായിരിക്കും. അപ്പൊ അതൊക്കെ വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ മുന്നിൽ ഒരിക്കലും വഴക്കിടരുത്. കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള കുട്ടികളാണ് വളർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവത്തിന് ചില വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് നമ്മൾ താഴ്ന്ന് എന്നെ കൊടുക്കുക, അവിടെ ജീവിതം ഭദ്രമാവുകയുള്ളൂ. ഒരു തെറ്റ് ചെയ്ത് ക്ഷമിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കുക. പക്ഷെ ആ സമയത്ത് വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോക്കുകയോ പ്രശ്നം ഗുരുതരമാക്കുകയോ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പൊത്തിപ്പൊക്കിക്കൊണ്ടുവന്ന വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളതിൽ കവിഞ്ഞൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ്. അപ്പം ക്ഷമിക്കാനുള്ള ആ ഒരു ശക്തി നമ്മൾ നേടിയെടുക്കുകയാണ് ഈ അവസരങ്ങളിലൊക്കെ ചെയ്യേണ്ടത്. അപ്പം എൻ്റെ കൂട്ടുകാരെ, ഇനി മറ്റൊരു വീഡിയോയിലായിട്ട് വരാം. നമസ്കാരം.